വിദ്യാർത്ഥികളെ ബയോവേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 +2 പ്രാക്ടിക്കൽ പരീക്ഷകൾ ജനുവരി 22 മുതൽ ആരംഭിക്കുകയാണ്. സുവോളജി പരീക്ഷയിൽ ഈ വർഷം വരാവുന്ന ചോദ്യങ്ങളും അതിലെ വിവിധ ഓപ്ഷനുകളും പരിചയപ്പെടുത്താൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതിൻ്റെ മറ്റൊരു വീഡിയോ കൂടി നമ്മൾ ഇത് കൂടാതെ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചിത്രങ്ങളോ അതല്ലെങ്കിൽ സ്പെസിമെനുകളോ ഫോട്ടോസോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൊരു PDF ഉപയോഗിച്ചിട്ടുള്ളൊരു ക്ലാസ്സാണ്. ഇതിന് ശേഷം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇതുകൊണ്ട് മതിയാവാത്ത കുട്ടികൾക്ക് ലബോറട്ടറിയിൽ കാണിക്കുന്ന ചിത്രങ്ങളും സ്ലൈഡുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 2024 നമ്മൾ ചെയ്തതുപോലെയുള്ള പുതിയ വർഷത്തെ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയ മറ്റൊരു വീഡിയോ കൂടി വരുന്ന ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ക്ലാരിറ്റി ആവശ്യമുള്ള കുട്ടികൾക്ക് അതുകൂടി കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, അവർക്കെല്ലാം ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങൾ പ്രധാനമായിട്ടും 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് വരിക. അതിൽ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യവും ആ ചോദ്യത്തിൽ വരാവുന്ന ചോയ്സുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് നമ്മുടെ സുവോളജി എക്സാമിന് ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ഇൻവെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള ആനിമലിൻ്റെ ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളുടെ ലബോറട്ടറി റെക്കോർഡിൽ ആദ്യ ഭാഗത്ത് വരച്ച ചിത്രങ്ങളാണ് ഇതെല്ലാം. ഇൻവെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള 10 ആനിമൽസ് ഉണ്ട്. ഈ 10 ഏതെങ്കിലും ഒന്നിൻ്റെ ഇമേജ് ഓരോ ബാച്ചിനും നൽകുന്നതാണ്. ആ ഒരു ഇമേജ് നമ്മൾ കണ്ട ശേഷം ആ ഇമേജിൽ നൽകിയിരിക്കുന്ന ജീവിയുടെ പേര് നമ്മൾ എഴുതണം. അങ്ങനെ പേര് എഴുതുന്നതിന് നമുക്ക് ½ മാർക്കാണ് ലഭിക്കുക. അതിനുശേഷം ആ ജീവിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേകതകൾ അവർ എടുത്തു ചോദിക്കും. അതിൽ ഒരു പോയിൻ്റ് മാത്രം നമ്മൾ എഴുതിയാൽ മതിയാവും. അതിന് വീണ്ടും 1 മാർക്ക് ഉണ്ടാവും. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യന് ടോട്ടലി നമുക്ക് കിട്ടുന്നത് 1 മാർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ജീവികളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രം തുടങ്ങിയിട്ട് സ്നെയിൽ വരെ. അപ്പോൾ ഏത് ജീവിയുടെ ഇമേജാണോ നിങ്ങൾക്ക് നൽകിയത് അതിൻ്റെ പേര് എഴുതിയാൽ ½ മാർക്ക് ലഭിക്കും. ഇത് കൂടാതെ ആ ജീവിയുടെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ചോദിക്കാം, അതല്ലെങ്കിൽ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ചോദിക്കാം, അതുമല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കാം. ഓക്കെ, ഏതാണ് ചോദിക്കുന്നത് എന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ ആൻസറാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നും ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യം ഹൈഡ്ര, ഒന്നാമതായിട്ട് വരാൻ സാധ്യതയുള്ള ഒന്ന് ഹൈഡ്രയാണ്. ഹൈഡ്രയുടെ ഇത് സാധാരണ ചോദിക്കാറുള്ളത് ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ആയിരിക്കും. ഞാനിവിടെ 2 ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ നൽകിയിട്ടുണ്ട്. ഒന്ന് പ്രസൻസ് ഓഫ് ടെൻറ്റക്കിൾ അല്ലേ, രണ്ടാമത് സിലിണ്ട്രിക്കൽ ബോഡിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഹൈഡ്രയുടെ ചിത്രമാണ് കാണുന്നതെങ്കിൽ ഹൈഡ്ര എന്ന് എഴുതുക, ഇതിൽ ഒരു പ്രത്യേകതയും എഴുതിയാൽ മതിയാവും. ഓക്കെ, രണ്ടാമതായി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലിവർ ഫ്ലൂക്ക് ലഭിക്കും. ലിവർ ഫ്ലൂക്ക് ആണെങ്കിൽ അതിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷനാണ് അധിക പരീക്ഷകൾക്കും ചോദിക്കാറുള്ളത്. അത് നമുക്ക് എഴുതാവുന്ന 2 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 2 എഴുതുക, അല്ലെങ്കിൽ 1 എഴുതിയാൽ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമതായി നൽകിയിരിക്കുന്നത് പ്രസൻസ് ഓഫ് ക്യൂട്ടിക്കിൾ അല്ലേ, 2 അനയറോബിക് റെസ്പിറേഷൻ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ, മൂന്നാമതായിട്ട് അസ്കാരിസ് അതല്ലെങ്കിൽ റൗണ്ട് ബോം. ഇതിൻ്റെതും സാധാരണ ചോദിക്കാറുള്ളത് പാരസൈറ്റിക് അഡാപ്റ്റേഷനാണ്. ഇതിൻ്റെ അഡാപ്റ്റേഷൻസും ലിവർ ഫ്ലൂക്കിൻ്റെ അഡാപ്റ്റേഷൻസും സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ 2ലും കൊടുത്തിരിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്. 2 വന്നാൽ നിങ്ങൾക്ക് ഒരേ അഡാപ്റ്റേഷൻസ് എഴുതിയാൽ മതിയാവും. ഓക്കെ, മൂന്നാമതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ലീച്ച് ആണ്. ലീച്ചിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ തന്നെയാണ് ചോദിക്കാറുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഉണ്ട്. അതായത് രക്തം കട്ട പിടിക്കാൻ തടയുന്ന ഒരു കെമിക്കൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റി കൊയാഗുലൻ്റ്. അതിൽപ്പെട്ട ഹിറുഡിൻ ഈ ലീച്ചിൻ്റെ ബോഡിയിൽ പ്രസൻ്റാണ്. അപ്പോൾ അതാണ് ഒരു അഡാപ്റ്റേഷൻ. രണ്ടാമതായിട്ട് ഇവർക്ക് മറ്റുള്ള പ്രതലങ്ങളിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇവരുടെ ബോഡിയിൽ സക്കർ പ്രസൻ്റാണ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ, രണ്ടാമതായിട്ട് എർത്ത് വോമിന് നൽകാം. 5ാമത്തെ ഒരു ഓപ്ഷനായിട്ട് എർത്ത് വോമിൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ മിക്കവാറും എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എർത്ത് വോമിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരാറുള്ളത് നിങ്ങൾക്ക് എഴുതാവുന്നത് ഒന്ന് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നു.
ഓക്കെ. അതുപോലെ രണ്ടാമത്തതാണ് മണ്ണിലെ എയറേഷൻ കൂടാൻ വേണ്ടി സഹായിക്കുന്നു. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ. ഇനി മറ്റൊന്നാണ് പ്രൗണിൻ്റെ ബന്ധപ്പെട്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫുഡായിട്ടാണ് പ്രൗൺ. ഇതിൻ്റെ അധികവും ചോദിക്കാറുള്ളത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നമുക്കറിയാം പ്രൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡാണ്, അത് എഡിബിളാണ്, ഭക്ഷണമായിട്ട് ഭക്ഷ്യയോഗ്യമായ ഒരു ജീവിയാണ്. അപ്പോൾ പ്രൗൺ ഉൾപ്പെടെ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ഏത് ജീവിയെ നൽകിക്കഴിഞ്ഞാലും ആ ഫുഡുമായി ബന്ധപ്പെട്ട പോയിൻ്റ് നമുക്ക് എഴുതിയാൽ മതിയാവും. ഓക്കെ. ഇനി അടുത്തതായി ചോദിക്കുക സിൽക്ക് വേമാണ്. സിൽക്ക് വേമിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ പ്രൗണിൻ്റെയും സിൽക്ക് വേമിൻ്റെയൊക്കെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ കൂടി നിങ്ങൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. എങ്കിൽ കൂടി കൂടുതലും എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് വരാറുള്ളത്. സിൽക്ക് വേം നമുക്കറിയാം, അത് നമുക്ക് സിൽക്ക് തരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്, ജോലിയും ഒരുപാട് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഓക്കെ. അടുത്തതായിട്ട് ഹണി ബി, തേനീച്ചയുടെ ചിത്രം തന്നിട്ട് നിങ്ങളോട് എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതാൻ പറയും. എക്കണോമിക് ഇമ്പോർട്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായ പ്രാധാന്യമാണ്. നമുക്കുള്ള ഉപകാരങ്ങളും അതിൽ എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം തേനീച്ച തേന് തരുന്നുണ്ട്. അതുപോലെ തേനീച്ചയിൽ നിന്ന് നമുക്ക് വാക്സ് ലഭിക്കും. ഓക്കെ. അടുത്തതായിട്ട് മറ്റൊരു ജീവിയാണ് സ്റ്റാർഫിഷിൻ്റേത് അധികവും ചോദിക്കാറുള്ളത് ഐഡൻറ്റിഫൈങ് ക്യാരക്ടറാണ്. 2 പോയിൻ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് സ്പൈനി ബോഡിയുടെ ആനിമലാണ്, രണ്ടാമത് വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസൻ്റ് ആണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓർത്തെടുത്താൽ മതി. 10ാമത്തേത് സ്നെയിലാണ്. ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഐഡൻറ്റിഫൈങ് ക്യാരക്ടറാണ് ചോദിക്കുക. നിങ്ങൾക്ക് എഴുതാവുന്നത് പിന്നെ ബോഡി കവേർഡ് ബൈ കാൽക്കാരിയസ് എക്സോസ്കെലട്ടൺ അല്ലേ, അത് എഴുതിയാൽ മതിയാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് ബോഡിയുടെ ആനിമൽസ് ആണ് സ്നൈൽസ്, ആ പോയിൻ്റ് എഴുതിയാലും മതിയാവും. ഓക്കെ. ഈ 10 എണ്ണത്തിൽ നിന്നും ഏതെങ്കിലും ഒന്ന് എല്ലാവർക്കും എക്സാമിന് കൺഫേംഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിതെല്ലാം പഠിച്ചു വെക്കുക. അപ്പോൾ അതിൽ ചോദിക്കാവുന്നതൊന്ന് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്, അതെഴുതാം. അതല്ലെങ്കിൽ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ചോദിച്ചാൽ അത് എഴുതിയിരിക്കണം. എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചേ. രണ്ടാമതായി ചോദിക്കുന്നത് ഒരു വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള ആനിമലിൻ്റെ ചിത്രം തന്നുകൊണ്ട് ഒരു ഇമേജ് നിങ്ങളുടെ എക്സാം ഹാളിൻ്റെ ഒരു വശത്ത് ഒരു ടേബിൾ ക്രമീകരിച്ചിട്ട് അതിൽ നമ്പർ 1 എഴുതിയിട്ട് ഇൻവെർട്ടിബ്രേറ്റ്സ് ആയിരിക്കും. നമ്പർ 2 എന്ന് വിളിക്കുന്ന നമ്പർ കൊടുത്തിട്ട് അവിടെ ഈ 6 ജീവികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ചിത്രം കൊടുത്തിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 എന്ന് എഴുതിയ സ്ഥലത്ത് നോക്കുക, ആ ജീവിയുടെ പേര് എഴുതിയെടുക്കുക. ആ പേരിനോടൊപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവം എഴുതാൻ വേണ്ടി നിങ്ങളുടെ എക്സാമിനർ പറഞ്ഞിരിക്കും, അത് തന്നെ എഴുതണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഒന്നാമതായി വരുന്നത് ഷാർക്കാണ്. സ്രാവിൻ്റെ 2 രൂപത്തിൽ എക്സാമിനർ ചോദിക്കും. ചില എക്സാമിനേഴ്സ് ഐഡൻറ്റിഫൈങ് ക്യാരക്ടറാണ് എഴുതാൻ പറയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നത് ഷാർക്ക് എന്താണ്, കാർട്ടിലേജിനസ് ഫിഷാണ്. ആ പോയിൻ്റ് എഴുതിയാൽ മതി. പക്ഷേ വേറെ ചില എക്സാമിനേഴ്സ് ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളോട് ഷാർക്കിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എഡിബിളാണ് എന്ന് എഴുതിയാൽ മതി. ഭക്ഷ്യയോഗ്യമായ ഏത് ജീവികളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചാലും നിങ്ങൾ എഡിബിൾ എന്ന് എഴുതിയാൽ മാത്രം മതിയാവും. ഓക്കെ. രണ്ടാമതായിട്ട് നൽകുക റോഹു എന്ന് വിളിക്കുന്ന ജീവിയുടെ ഫിഷിൻ്റെ ഇമേജ് തന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റോഹു എന്ന് എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക് ലഭിക്കും. അതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ബോണി ഫിഷ് എന്ന് നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ. അപ്പോൾ രണ്ടാമതായിട്ട് ചില എക്സാമിനർ ഇതേ ഫിഷ് തന്നിട്ട് നിങ്ങളോട് ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ അല്ല എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതുക, അത് എഡിബിളാണ്, ഭക്ഷ്യയോഗ്യമാണ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ. മൂന്നാമത്തെ ഒരു ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാവുന്നത് ഇതിൽ നിന്ന് വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് ഫ്രോഗാണ്. ഫ്രോഗ് തവളയാണ്. ഇതിൻ്റെ 2 രൂപത്തിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ക്യാൻ ലിവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ, കരയിലും താമസിക്കാം വെള്ളത്തിലും താമസിക്കാം എന്ന് എഴുതിയാൽ 1/2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിലെങ്കിലും ഇത് ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ യൂസ്ഡ് ആസ് ഫുഡ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഇനി നാലാമതായിട്ട് ഗാർഡൻ ലിസാർഡിൻ്റെ ഫോട്ടോ തന്നേക്കാം. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അതിൽ ചോദിക്കുക ഐഡൻറ്റിഫൈങ് ക്യാരക്ടറാണ്, നിങ്ങൾക്ക് എഴുതാം ഇറ്റ് ഈസ് എ മെമ്പർ ഓഫ് റെപ്റ്റൈലിയ എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഇവിടെ കൊടുത്തതുപോലെ ഡ്രൈ സ്കിൻ വിത്ത് സ്കെയിൽ എന്ന് എഴുതിയാലും അതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടറായി. ഓക്കെ.
അതുപോലെ രണ്ടാമതായിട്ട് അടുത്തതായി ചോദിക്കാവുന്നത് പിജിയൻ, പ്രാവിൻ്റെ ചിത്രം തരും. എന്നിട്ട് ഇതിനോട് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ, അതിന് പറക്കാനുള്ളൊരു അഡാപ്റ്റേഷൻ ചോദിക്കും. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? പ്രസൻസ് ഓഫ് വിങ്സ്, ചിറകുകളുണ്ട് എന്ന് എഴുതിയാൽ മതിയാവും. അതുപോലെ ന്യൂമാറ്റിക് ബോണുകളാണ് പിജിയനിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ചില എക്സാമിനേഴ്സൊക്കെ അപൂർവമായിട്ട് പിജിയൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ അത് ചില ആൾക്കാരെങ്കിലും അത് ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ 6th വണ്ണാണ് റാബിറ്റ് മുയൽ, നമുക്കറിയാവുന്നതാണ്. ഇതിൻ്റെ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടർ ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു പോയിൻ്റാണ് ബോഡി കവേർഡ് വിത്ത് ഫർ, രോമങ്ങളുള്ള ബോഡിയാണെന്ന് എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെർബിവോറസ് ആയിട്ടുള്ള ആനിമലാണെന്ന് എന്നും ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി റാബിറ്റിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് വീണ്ടും എഡിബിൾ എന്ന് എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 6 ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എല്ലാ ബാച്ചിലെയും കുട്ടികൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. നിങ്ങൾ 6 എണ്ണവും പഠിച്ചു വെക്കുക. ആ ഓരോന്നിൻ്റെയും ഓരോ ക്യാരക്ടേഴ്സും പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലാബ് എക്സാമിൽ 2ാമത്തെ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി 3ാമത്തെ ക്വസ്റ്റ്യനാണ് ഐഡൻറ്റിഫൈ ദ ജോയിൻറ്റ്. നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും ഒരു ജോയിൻറ്റിൻ്റെ ഇമേജ് കാണിച്ചു തരും. ഓക്കെ, ആ ജോയിൻറ്റിൻ്റെ പേര് നിങ്ങൾ എഴുതണം. ഒന്ന് ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആവാം, അതല്ലെങ്കിൽ ഹിഞ്ച് ജോയിൻ്റ് ആവാം, അതുമല്ലെങ്കിൽ പൈവോട്ട് ജോയിൻ്റ് ആവാം. ഓക്കെ, ഞാൻ ഈ 3 ജോയിൻറ്റുകളുടെയും ചിത്രങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ വേറെ പ്രോബ്ലം എന്താ ചോദിച്ചാൽ നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ചിത്രത്തിന് പകരം ടീച്ചർ സ്കെലട്ടൺ ആണ് ചിലപ്പോൾ നൽകുക. അവിടെ നിങ്ങളുടെ സ്കൂൾ ലാബിൽ മനുഷ്യന് സ്കെലട്ടൺ ഉണ്ടെങ്കിൽ അതിൽ നൽകാം. അതല്ലെങ്കിൽ ഈ കറക്റ്റ് ഈ ചിത്രം ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഏത് ചിത്രമാണ് ടീച്ചർ ഉപയോഗിച്ചതെന്ന് നോക്കിയിട്ട് അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഈ 3 ജോയിൻറ്റുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് ആദ്യം നൽകിയിരിക്കുന്നത് ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ചിത്രമാണിത്. രണ്ടാമതായിട്ടുള്ള ഹിഞ്ച് ജോയിൻറ്റിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് പൈവോട്ട് ജോയിൻറ്റിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ചില ടീച്ചേഴ്സ് ചിലപ്പോൾ ഗ്ലൈഡിങ് ജോയിൻറ്റിൻ്റെ ചിത്രവും തന്നേക്കാം. അത് ഞാൻ നമ്മുടെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ ടീച്ചർ അതുകൂടി പഠിക്കാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി പഠിക്കണം. ഓക്കെ, ഈ ജോയിൻറ്റിൻ്റെ പേര് എഴുതിയാൽ മാത്രം മതിയാവില്ല. ഒന്നെങ്കിൽ അതിൻ്റെ പെക്യുലിയാരിറ്റി, ആ ജോയിൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേകത നിങ്ങളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 ജോയിൻറ്റുകൾക്കും നിങ്ങൾക്ക് എഴുതാവുന്ന ഒരേ പെക്യുലിയാരിറ്റി ഉണ്ട്. 3ഉം ഫ്രീലി മൂവബിളായ ജോയിൻറ്റുകളാണ്. ഓക്കെ, അതുപോലെ ചില എക്സാമിനേഴ്സ് ഇതിൻ്റെ പെക്യുലിയാരിറ്റിക്ക് പകരം ചിലപ്പോൾ ലൊക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് കാണപ്പെടുന്നത് നമ്മുടെ ഷോൾഡറിലാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ പോയിൻ്റായിട്ട് ലൊക്കേഷൻ ഷോൾഡർ എന്ന് എഴുതിയാൽ മതി. ഇനി ഹിഞ്ച് ജോയിൻറ്റിൻ്റെ ലൊക്കേഷൻ നീ ആൻഡ് എൽബോ, നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലുമാണ്. അതുപോലെ പൈവോട്ട് ജോയിൻറ്റിൻ്റെ ലൊക്കേഷൻ നെക്കാണ്. ഇങ്ങനെ ജോയിൻറ്റിൻ്റെ നിങ്ങൾക്ക് നൽകിയ ചിത്രത്തിലുള്ള ജോയിൻറ്റിൻ്റെ പേരും അതിൻ്റെ പ്രത്യേകത എഴുതുന്നതിന് നിങ്ങൾക്ക് വീണ്ടും 1 മാർക്ക് ലഭിക്കും. ഓക്കെ, ഇനി 4ാമത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങളുടെ സ്കൂളിലെ ലാബിൽ ഏതെങ്കിലും ഒരു ഓർഗാനിൻ്റെ മോഡൽ നൽകിയിരിക്കും. ഓക്കെ, അത് ചിലപ്പോൾ ബ്രെയിൻ ആവാം, ഐ ആവാം, കിഡ്നി ആവാം, ഹാർട്ട് ആവാം, ഇയർ ആവാം. അപ്പോൾ മോഡലിൽ അവർ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ ടേബിളിൻ്റെ 4ാമത്തെ പോയിന്റിൽ ഈ ഒരു ഓർഗാനും ആ ഓർഗാനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ഇൻറ്റു മാർക്ക് ഇട്ടിട്ടുണ്ടാവും, മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ പേരാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബ്രെയിൻ ആണെങ്കിൽ സെറിബ്രം, അതല്ലെങ്കിൽ സെറിബെല്ലം, കണ്ണാണെങ്കിൽ സ്ക്ലീറ, ഒപ്റ്റിക് നെർവ്, കോർണിയ. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളുടെയും ഫങ്ഷൻ നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മോസ്റ്റ് കോമൺലി ചോദിക്കാവുന്ന കുട്ടികൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ലാത്ത ഭാഗങ്ങളും അതിൻ്റെ ഫങ്ഷനും ഞാൻ ഇതിനോടൊപ്പം നൽകിയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതായാലും നിങ്ങളുടെ ടീച്ചർ കൂടെയൊക്കെ ഒരു സമ്മതത്തോടു കൂടിയായിരിക്കും എക്സാമിനർ എന്തായാലും ഏത് ഭാഗമാണെന്ന് തീരുമാനിക്കാം. അപ്പോൾ അതുകൊണ്ട് ഏതെല്ലാം ഭാഗങ്ങളാണ് വരിക എന്ന് ടീച്ചറോട് ചോദിച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്ത ഭാഗങ്ങളുണ്ടല്ലോ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് ബ്രെയിൻ ആണെങ്കിൽ അതിൽ സെറിബെല്ലോ ആണ് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള 2 ഭാഗങ്ങൾ. ഓക്കെ, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വിസിബിളാണ് അല്ലേ.
പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻ വോളണ്ടറി ഓർഗാൻസിനെ കൺട്രോൾ ചെയ്യുന്നു, മെമ്മറി നൽകുന്നു, തിങ്കിങ്ങിന് സഹായിക്കുന്നു. സെറിബെല്ലം നമ്മുടെ മസിലുകളുടെ കോർഡിനേഷന് വേണ്ടി സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ സ്ക്ലിയറ വരാം അല്ലേ, കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്, ഷേപ്പ് കൊടുക്കുന്നതാണ്. അതുപോലെ കണ്ണിൻ്റെ ഒപ്റ്റിക് നെർവ്, കണ്ണിൻ്റെ മോഡലിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും ഒപ്റ്റിക് നെർവ്. ഇത് നമ്മുടെ കണ്ണിൽ നിന്നും നമ്മുടെ തലച്ചോറിലേക്ക് ഈ മെസ്സേജുകൾ കടത്തി കൊണ്ടുവന്നത് ഒപ്റ്റിക് നെർവാണ്. അപ്പോൾ അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോർണിയ, നമ്മുടെ കണ്ണിൻ്റെ അകത്തോട്ട് ലൈറ്റിനെ കടത്തിവിടുന്ന കോർണിയയാണ്. അതുകൂടി പഠിച്ചു വെക്കുക, അലോ എൻട്രി ഓഫ് ലൈറ്റ്. ഓക്കെ. അതുപോലെ കിഡ്നിയിൽ യൂറേറ്റർ ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, യൂറേത്ര ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ മനസ്സിലാക്കുക. യൂറേറ്റർ നിങ്ങൾക്ക് സ്കൂളിലെ മോഡലിൽ അതിൻ്റെ ഭാഗം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. യൂറേറ്ററിലൂടെയാണ് കിഡ്നിയിൽ ഉണ്ടാകുന്ന യൂറിൻ എന്ത് ചെയ്യുന്നത്, യൂറിനറി ബ്ലാഡറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂറിനറി ബ്ലാഡറിലാണ് യൂറിൻ സ്റ്റോർ ചെയ്യുന്നത്. ബ്ലാഡർ നിറയുന്ന സമയത്ത് യൂറിൻ പുറത്തോട്ട് പോകുന്നത് യൂറേത്ര വഴിയാണ്. അതൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ ട്രൈകസ്പിഡ് വാൾവ്, ബൈകസ്പിഡ് വാൾവ്, ഇതിൻ്റെ പേര് എഴുതണം, ഇതിൻ്റെ ഫങ്ഷൻ എഴുതണം. അപ്പോൾ ട്രൈകസ്പിഡ് വാൾവ് അവർ തന്നിട്ട് നിങ്ങൾ ബൈകസ്പിഡ് വാൾവ് എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ഹാഫ് മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ വാൾവുകളുടെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ഫ്ലോ ഓഫ് ദ ബ്ലഡ് ബാക്ക് സൈഡിലോട്ട് ഫ്ലോ ചെയ്യുന്നതിന് തടയലാണ്. അതുകൂടെ നോട്ട് ചെയ്യാം. ഇനി ചെവിയാണെങ്കിൽ കോക്ലിയ വരാം. നമുക്കറിയാം കോക്ലിയ കേൾക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ സെമി സർക്കുലാർ കനാൽ ഉണ്ട്, നമ്മുടെ ബോഡിയുടെ ബാലൻസിങ്ങിന് സഹായിക്കുന്ന ഭാഗമാണ്. അതുപോലെ പിന്നെ എന്ന് വിളിക്കുന്ന ഭാഗമുണ്ട്, അത് നമ്മുടെ ചെവിയുടെ അകത്തേക്ക് സൗണ്ടിനെ കടത്തി വിടുന്നതാണ്. നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ചെയ്യും, അതിൽ നമ്മൾ ചെവിയും ഹൃദയവും ബ്രെയിനും ഒക്കെ പ്രത്യേകം കാണിക്കും. ഓക്കെ. ഇത് നിങ്ങൾക്ക് ശരിക്കും നോട്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതലതാണ്. ഇതിൻ്റെ നോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് നിങ്ങളുടെ 5 എന്ന നമ്പർ എഴുതിയിട്ട് അവിടെ മൈക്രോസ്കോപ്പ് വെച്ചിരിക്കും കേട്ടോ. ആ മൈക്രോസ്കോപ്പിലൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ ഈ കൊടുത്ത 3 മസിൽ ടിഷ്യൂസ് ഉണ്ട്. ഒന്നെങ്കിൽ സ്ട്രേറ്റഡ് മസിലായിരിക്കും, അല്ലെങ്കിൽ നോൺ സ്ട്രേറ്റഡ് മസിലായിരിക്കും, അല്ലെങ്കിൽ കാർഡിയാക് മസിലായിരിക്കും. ഇത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് നമുക്ക് ഹാഫ് മാർക്ക് കിട്ടും. ഓക്കെ. ഇനി നമ്മൾ അത് നോക്കിയിട്ട് ചിത്രം വരയ്ക്കുകയും ചെയ്യണം. അപ്പോൾ ചിത്രം വരയ്ക്കുന്നതിന് 1.5 മാർക്ക് ഉണ്ടാവും. 1 മാർക്ക് ചിത്രം വരച്ചതിനും 1/2 മാർക്ക് അടയാളപ്പെടുത്തുന്നതിനുമാണ്. ഇവിടെ എക്സാമിന് തെറ്റിപ്പോവാൻ വലിയൊരു ചാൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ മസിൽ ടിഷ്യൂസ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് കാണുന്നത് പോലെയല്ല നമുക്ക് വരക്കാനുണ്ടാകുക. അപ്പോൾ നമ്മൾ റെക്കോർഡിലൊക്കെ വരച്ച ഡയഗ്രം ആയിട്ടുള്ളൊരു പിന്നെ മനസ്സിൽ വിചാരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുക. അപ്പോൾ ഈ ഡയഗ്രവും ഞാൻ ഈ ചിത്രത്തിൽ കൊടുത്ത ഡയഗ്രവും നിങ്ങളെ മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലാബിൽ പോയിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട്, ഇപ്പോൾ 3 വരിക സ്ട്രാറ്റഡ് മസിലില്ലേ, സ്ട്രാറ്റഡ് മസിൽ മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ അതുപോലെ നോട്ട്ബുക്കിലൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതാണ് സ്ട്രാറ്റഡ് മസിലിൻ്റെ ചിത്രം, ഇത് വരച്ച് കാണിക്കുക വേണം. അതുപോലെ നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ എന്ത് ചെയ്യുക, നോൺ സ്ട്രാറ്റഡ് മസിൽ നോക്കിയിട്ട് ആ മസിലിൻ്റെ ഒരു ചിത്രം പകർത്തി വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഇതാണ് നോൺ സ്ട്രാറ്റഡ് മസിലിൻ്റെ ചിത്രം, ഇത് വരച്ചെടുക്കുക. മൂന്നാമത്തെ കാർഡിയാക് മസിലിൻ്റെ ചിത്രമാണ്. ആ കാർഡിയാക് മസിലിൽ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ചിത്രം വരയ്ക്കും. ഇതിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാർഡിയാക് മസിൽ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ക്ലിയർ ആവും. പക്ഷേ സ്ട്രാറ്റൽ മസിലും നോൺ സ്ട്രാറ്റൽ മസിലും ചില ചിത്രങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരുപോലെ തോന്നാനും അതുപോലെ കൺഫ്യൂഷൻ ആവാനൊക്കെ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വരക്കുന്ന ചിത്രവും തെറ്റും, വരക്കുന്ന ചിത്രം തെറ്റിയാൽ മൊത്തം 2 മാർക്ക് പോവാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 6ാമത്തെ ക്വസ്റ്റ്യനാണ്. ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് തൊട്ടടുത്ത് മൈക്രോസ്കോപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ നമ്പർ 6 എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ആ മൈക്രോസ്കോപ്പിൽ 3 ഏതെങ്കിലും ഒരു എംബ്രിയോളജി സ്ലൈഡാണ് വരിക. ഇപ്പോൾ TS ഓഫ് ഓവറി ആവാം, ടെസ്റ്റിസ് ആവാം, ബ്ലാസ്റ്റുല ആവാം. അപ്പോൾ ഏതാ വരിക നമ്മൾ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ ബാച്ചിന് ഇപ്പോൾ ഓവറി ആണെങ്കിൽ നിങ്ങൾ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ഓവറിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചിത്രം വരക്കണം. ഓക്കെ. നമ്മുടെ മസിലുകളുടെ അത്ര തന്നെ ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണ്. ഏതായാലും നിങ്ങളുടെ സ്കൂളിലെ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ഓവറി എങ്ങനെയാണ് കാണുന്നത്, ടെസ്റ്റിസ് എങ്ങനെയാണ് കാണുന്നത്, ബ്ലാസ്റ്റുല എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കിയിട്ട് അത് നിങ്ങൾ റഫ് നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം,
വരച്ച് റെഡിയാക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് വരയ്ക്കുക. ഇനി ഇതല്ലാത്ത ചെറിയ വേരിയേഷനുള്ള ഡയഗ്രാമാണ് നിങ്ങളുടെ റെക്കോർഡിലുള്ളതോ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ടീച്ചർ തന്നതൊക്കെ എങ്കിലും കുഴപ്പമൊന്നുമില്ല. ചില സ്കൂളൊക്കെ ഈ ടെസ്റ്റസിൻ്റെ ചിത്രം ഇത്ര റൗണ്ട് കൊടുക്കാതെ ഇങ്ങനെ ഒരു ഭാഗം മാത്രമുള്ള ഡയഗ്രം ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഏത് ചിത്രം വരച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതിന് ടോട്ടലി 2 മാർക്കുണ്ട്, തെറ്റിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ് 5ഉം 6ഉം. ഓക്കെ, 7ാമത്തതാണ് വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് 3 മാർക്ക് യാതൊരു അധ്വാനവും ഇല്ലാതെ സ്കോർ ചെയ്യാവുന്നതാണ്. അതായത് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതല്ലെങ്കിൽ ഞാനിവിടെ കൊടുത്തതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, ബി എന്ന് കൊടുത്തത് ഉദ്ദേശിച്ചത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, വിസറ ഓഫ് ഫ്രോഗ് ആണ്. ബി ഇങ്ങനെയല്ല വരിക, മിസ്റ്റേക്ക് വന്നതാണ്. വിസറ ഓഫ് ഫ്രോഗ്, ഫ്രോഗിൻ്റെ വിസറ. ഓക്കെ, അതാണ് ഞാനിവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച്, ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങളോട് ജസ്റ്റ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരയ്ക്കാനാണ് പറയാം കേട്ടോ. പിന്നെ അപ്പോൾ വേറെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ, ഈ 1 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും എക്സാമിനേഴ്സ് നിങ്ങളോട് ഒരു അഡീഷണൽ ഷീറ്റ് തന്നിട്ട് അതിലാണ് എഴുതാൻ പറയാം. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ സീറ്റിലിരിക്കുന്ന സമയത്ത് നിങ്ങളെ എക്സാമിനർ വിളിക്കും. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങളുടെ റോൾ നമ്പർ 1 എന്ന് വിചാരിച്ചോ. അപ്പോൾ എക്സാമിനർ വിളിച്ചിട്ട് ഈ 1 to 6 ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ 1, 2, 3, 4, 5, 6 കഴിഞ്ഞ ഉടനെ എക്സാമിനർ എന്ത് ചെയ്യും, നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാങ്ങും. അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ ഒന്നും സമ്മതിക്കില്ല. നിങ്ങളെ ആരും ഹെൽപ്പ് ചെയ്യാൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എക്സാമിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് പിന്നെ കറക്റ്റ് ചെയ്യാനോ വീണ്ടും ഓർത്തെടുത്ത് കറക്റ്റ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ തന്നെ പിന്നെ ഇവിടെ വന്ന ശേഷം നമ്മൾ മിസ്റ്റേക്ക് മനസ്സിലാക്കുക, കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ എക്സാമിന് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 1 to 6 ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളെല്ലാവരും ചെയ്യുക കേട്ടോ. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ മിക്കവാറും നിങ്ങളുടെ സീറ്റിൽ നിന്ന് തന്നെ നിങ്ങളോട് വരക്കാണ് എക്സാമിനേഴ്സ് പറയുക. അപ്പോൾ നിങ്ങളവിടെ ചെയ്യേണ്ടത് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ, ഇപ്പോൾ നിങ്ങളോടിപ്പോൾ കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണെങ്കിൽ ഈ ചിത്രം ഇതുപോലെ വരക്കുക. ഓക്കെ, ഇത് വരക്കുന്നത് നമുക്ക് 2 മാർക്ക് ഉണ്ടാവുക. അതുപോലെ ഇതിൻ്റെ 4 ഭാഗങ്ങൾ നമ്മോട് അടയാളപ്പെടുത്താൻ പറയും. അപ്പോൾ എക്സാമിനർ പറയുന്ന 4 ഭാഗങ്ങളാണ് നിങ്ങൾ ലേബൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ എല്ലാ ഭാഗങ്ങളും ഏതാണ് പറയുക എന്ന് എക്സാമിനറുടെ ചോയ്സാണ്. അപ്പം നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് വരച്ചെടുക്കുക കേട്ടോ. പിന്നെ അടയാളപ്പെടുത്താൻ സാധിച്ചിരിക്കണം. അതുപോലെ നിങ്ങളിപ്പോൾ ആദ്യത്തെ ബാച്ചിൽ കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ 2ാമത്തെ ബാച്ചിൽ നൽകുന്നത് പിന്നെ ഫ്രോഗിൻ്റെ വിസറായിരിക്കും. അപ്പോൾ ഈ ചിത്രമൊക്കെ വരയ്ക്കാൻ കുറച്ച് സ്കില്ല് തന്നെ വേണം. നിങ്ങൾ 1, 2, 3, 4 തവണ എന്ത് ചെയ്യുക, ഈ ഡയഗ്രാം വരച്ച് പഠിക്കുക. അപ്പോൾ വരച്ച് കഴിഞ്ഞ് എല്ലാ ഭാഗവും നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും വേണം കേട്ടോ. ഓക്കെ, ഇതിന് ടോട്ടൽ നമുക്ക് ലഭിക്കുന്ന മാർക്ക് കുട്ടികളെ 3 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 8ാമത്തെ ക്വസ്റ്റ്യനാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ പാത്തോജൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചിത്രം തന്നിരിക്കും. അപ്പോൾ ആ ചിത്രത്തിൽ ഒന്നുകിൽ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ആസ്കാരിസ്, പ്ലാസ്മോഡിയം, മൈക്രോസ്പോറം ഏതെങ്കിലും ഒരു പാത്തോജൻ്റെ ഇമേജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 3 പോയിൻ്റ് എഴുതണം. ഈ പാത്തോജൻ്റെ പേര് എഴുതുന്നതിന് നമുക്ക് 1/2 മാർക്കാണ് ലഭിക്കുക. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ഇത് കാരണമുണ്ടാകുന്ന അസുഖത്തിൻ്റെ പേര്. 3ാമതായിട്ട് ഈ അസുഖത്തിൻ്റെ ഏതെങ്കിലും 2 ലക്ഷണങ്ങൾ, 1 or 2 ലക്ഷണങ്ങൾ സിംറ്റംസ് നിങ്ങൾ എഴുതണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, അമീബിയാസിസ് എന്ന അസുഖമുണ്ടാക്കുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങൾ അബ്ഡോമിനൽ പെയിൻ ആൻഡ് ഡിസെൻറ്ററി. 2 ആസ്കാരിസ്, അസുഖത്തിൻ്റെ പേര് ആസ്കാരിയാസിസ്, സിംറ്റംസ് അനീമിയ, ഫീവർ. 3 പ്ലാസ്മോഡിയം, അസുഖത്തിൻ്റെ പേര് മലേറിയ, ഫീവർ ആൻഡ് ഷിവറിങ്. 4 മൈക്രോസ്പോറം, അതുണ്ടാക്കുന്ന അസുഖത്തിൻ്റെ പേര് റിംഗ് വർം, ഇച്ചിങ് ലെഷൻസ് ഓൺ സ്കിൻ. ഇത്രയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ഈ 4-ൽ ഏതെങ്കിലും ഒന്ന് എല്ലാ ബാച്ചിനും വരാൻ സാധ്യതയുണ്ട്. ഇനി ഈ 4 അല്ലെങ്കിൽ 5ാമത്തെ ഒരു ചോയ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാത്തോജൻസ് അല്ലാതെ നമ്മുടെ എവല്യൂഷൻ ചാപ്റ്റർ എന്നുള്ള ഹോമോലോഗസ് ഓർഗാൻസിൻ്റെ ചിത്രം തരും. ഉദാഹരണമായിട്ട് 4 limb ഓഫ് ഹ്യൂമൻ, ചീറ്റ, ബാറ്റ്, വെയിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട്
ഇത് ഹോമോലോഗസ് ഓർഗാനാണോ അനലോഗസ് ഓർഗാനാണോ എന്ന് നമുക്ക് ചോദിക്കും. അപ്പം നമ്മൾ എഴുതണം ഹോമോലോഗസ് ഓർഗാനാണ് എന്ന് എഴുതണം. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്കറിയാം. ഹോമോലോഗസ് ഓർഗാൻസ് എന്ന് പറഞ്ഞാൽ ഓർഗാൻസ് വിത്ത് സെയിം സ്ട്രക്ചറാണ്, അതുപോലെ ഡിഫറെൻറ്റ് ഫങ്ഷനാണ്, അതെഴുതാം. അതുപോലെ ഡൈവർജൻ്റ് എവല്യൂഷനാണ് നമുക്ക് എഴുതാം. അതുപോലെ ഡിഫറെൻറ്റ് ആൻസിസ്റ്റേഴ്സ് ആണ് എന്നതിൻ്റെ എവിഡൻസ് ആണ് എന്ന് നമുക്ക് എഴുതാം. അതുപോലെ അനലോഗസ് ഓർഗാൻസ് ആണ്, അത് നൽകിക്കഴിഞ്ഞാൽ അനലോഗസ് ഓർഗാൻസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എഴുതാം. ഓർഗാൻസ് വിത്ത് സെയിം ഫങ്ഷൻ ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ എന്ന് എഴുതാം. അതുപോലെ അതിൻ്റെ എവല്യൂഷനറി സിഗ്നിഫിക്കൻസ് ആയ കൺവെർജൻ്റ് എവല്യൂഷൻ എന്നും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യനാണ്. നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നില്ല. ചീക്ക് എപ്പിത്തീലിയം വളരെ ഭംഗിയായി ചെയ്യുക. അത് നിങ്ങളുടെ എക്സാമിനർക്ക് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ചീക്ക് എപ്പിത്തീലിയത്തിൻ്റെ സിംഗിൾ സെല്ലിൻ്റെ ചിത്രം നിങ്ങൾ വരക്കണം. അത് വരച്ചിട്ട് നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളൂ. ഇത് എക്സാമിന് നിങ്ങൾ ചെയ്ത ശേഷം എക്സാമിനറെ വിളിച്ച് കാണിക്കണം. ഇനി ചീക്ക് എപ്പിത്തീലിയം അല്ല വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വരിക ബ്ലഡ് സെല്ലിൻ്റെ ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ ബ്ലഡ് സെല്ലിൻ്റെ സ്മിയർ ചെയ്ത് എക്സാമിനർക്ക് കാണിക്കുക. ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ ചിത്രം നിങ്ങൾ അവിടെ റെക്കോർഡിൽ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അത് RBC ആണെങ്കിൽ ഈ ഒരു ചിത്രം വരയ്ക്കാം, ന്യൂട്രോഫിൽ സെല്ലാണെങ്കിൽ ഈ ഒരു ചിത്രം വരയ്ക്കാം. ഞാൻ ന്യൂട്രോഫിൽ നൽകാൻ കാരണം അതാണ് WBCയിൽ ഏറ്റവും കൂടുതൽ കാണാറുള്ള ഒരു സെല്ലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡയഗ്രാം വരച്ച എക്സാമിനർക്ക് കാണിച്ചു കൊടുത്താൽ മതിയാകും. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്, 10ാമത്തെ ക്വസ്റ്റ്യനാണ്. 4 ചോയ്സുകളുണ്ട്. 4ൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് നൽകുക. ഇവർ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 2 ടെസ്റ്റ് ട്യൂബ് തരും. ഓക്കെ, ഈ 2 ടെസ്റ്റ് ട്യൂബിൽ ഒന്ന് എന്തായിരിക്കും, A ആയിരിക്കും, മറ്റൊന്ന് B ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങളോട് പറയും 2 സാമ്പിൾ A and B are given, ഐഡൻറ്റിഫൈ ദ സാമ്പിൾ വിത്ത് ഗ്ലൂക്കോസ്. 2 സാമ്പിൾ നൽകിയിട്ടുണ്ട്, 2 ടെസ്റ്റ് ട്യൂബില്ലേ. അപ്പോൾ ഇതിൽ ഏതിലാണ് ഗ്ലൂക്കോസ് ഉള്ളത് നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2 ടെസ്റ്റ് ട്യൂബിൽ സാമ്പിൾ ഉപയോഗപ്പെടുത്തിയിട്ട് അത് 2ലും ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റ് നിങ്ങൾ നടത്തിയിട്ട് അത് നിങ്ങൾ എക്സാമിനർ കാണിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, രണ്ടാമതായിട്ട് നൽകുന്നത് ഇതേപോലെ 2 ടെസ്റ്റ് ട്യൂബ് തരും. അതിൽ ഏതാണ് ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ യൂറിൻ സാമ്പിൾ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻ്റ് നമുക്കറിയാം പ്രമേഹ രോഗികളാണ്. പ്രമേഹ രോഗികളുടെ യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യമുണ്ടാവും. അത് ഈ ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസിൻ്റെ സെയിം ടെസ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ ഗ്ലൂക്കോസ് പ്രസൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ യൂറിൻ സാമ്പിളാണ് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ആബ്സെൻ്റ് ആണ് എന്ന് എഴുതുക. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ഇതേപോലെ 2 ടെസ്റ്റ് ട്യൂബ് നിങ്ങൾക്ക് തരും. അതിൽ ഒന്നിൽ ഐഡൻറ്റിഫൈ ദ സാമ്പിൾ വിത്ത് പ്രോട്ടീൻ. ഏതാണ് പ്രോട്ടീൻ സാമ്പിൾ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യുക, പ്രോട്ടീൻ്റെ ടെസ്റ്റ് ചെയ്യുക. എക്സാമിനറുടെ അടുത്ത് പോയിട്ട് ഏത് സാമ്പിളിലാണ് പ്രോട്ടീൻ ഉള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ചില ആളുകൾക്ക് A സാമ്പിളിൽ പ്രോട്ടീൻ തരും, ചില ആളുകൾക്ക് B സാമ്പിളിലായിരിക്കും തരിക. 2 സാമ്പിളിൽ ഒന്നിൽ മാത്രമായിരിക്കും പ്രോട്ടീൻ ഉണ്ടാവുക. ഓക്കെ, 4ാമതൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് 2 സാമ്പിൾ ആർ ഗിവൺ, ഐഡൻറ്റിഫൈ ദ സാമ്പിൾ വിത്ത് സ്റ്റാർച്ച്. ഇതേപോലെ വേറെ 2 ടെസ്റ്റ് ട്യൂബ് തരും. ഒരു ടെസ്റ്റ് ട്യൂബിൽ സ്റ്റാർച്ച് പ്രസൻ്റ് ആയിരിക്കും, ഒന്നിൽ ആബ്സെൻറ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ടെസ്റ്റ് ട്യൂബിലും സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ട് എന്ത് ചെയ്യണം, അത് പിന്നെ നിങ്ങൾ എക്സാമിന് കാണിച്ചു കൊടുക്കണം. ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന രീതി നമ്മൾ മറ്റൊരു വീഡിയോയിൽ പിന്നീട് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾ ലാബിൽ കയറിയൊക്കെ മനസ്സിലാക്കിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റ് ആണെങ്കിൽ എങ്ങനെ റിസൾട്ട് എഴുതണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റ് നമുക്കറിയാം പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ബെനഡിക്റ്റ് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ 3 കോളൊക്കെ വരച്ചിട്ട് എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ്. അപ്പോൾ അതിൽ സാമ്പിൾ A എന്ത് ചെയ്യുക, സാമ്പിൾ A എന്ന് എഴുതിയിട്ട് ബെനഡിക്റ്റ് ടെസ്റ്റിന് 2 ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, ഒന്ന് A ആയിരിക്കും, ഒന്ന് B ആയിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ എന്ത് ചെയ്യണം, ബെനഡിക്റ്റ് ടെസ്റ്റ് നിങ്ങൾക്കറിയാവുന്നതാണ്. ഒരു ടെസ്റ്റ് ടേക്ക് 2 ml ഓഫ് സാമ്പിൾ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെസ്റ്റ് ട്യൂബിൽ അല്പം സൊല്യൂഷൻ എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ബെനഡിക്റ്റ് റിയേജൻറ്റ് ഒഴിച്ച ശേഷം ബോയിൽ ചെയ്യുക. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ബ്രിക്ക് റെഡ് കളർ ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതിന് താഴെ ഈ റിസൾട്ട് എടുത്ത് എഴുതാൻ മറക്കരുത്. കാരണം ഇതിന് മാത്രമായിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, ഹാഫ് മാർക്ക് ഉണ്ട്. അപ്പോൾ സാമ്പിൾ A കണ്ടെയ്നിങ് ഗ്ലൂക്കോസ്, സാമ്പിൾ Bയിൽ ഗ്ലൂക്കോസ് ആബ്സെൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ എന്തെഴുതിയില്ല, പിന്നെ
എക്സ്പെരിമെൻ്റ് എഴുതിയിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ചില എക്സാമിനേഴ്സ് അങ്ങനെ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കൂടെ എഴുതണം കേട്ടോ. ഓക്കെ 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 ഞാനിവിടെ എഴുതിയതിൽ ചെറിയൊരു പോയിൻ്റ് ഡയബറ്റിക്സിൻ്റെ ഇവിടെ കയറി കൂടിയുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, രണ്ടാമത്തത് ഇത് ശരിക്കും നമ്മളിപ്പോൾ ചെയ്തത് ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ ഡയബറ്റിക് പേഷ്യൻ്റ് എന്നൊരു പോയിൻ്റ് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. സാമ്പിൾ എ കണ്ടെയ്ൻ ഗ്ലൂക്കോസ്, സാമ്പിൾ ബി കണ്ടെയ്ൻ നോ ഗ്ലൂക്കോസ് എന്ന് മതി കേട്ടോ. ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വേണ്ട. ഇനി ടെസ്റ്റ് ഫോർ യൂറിൻ സാമ്പിൾ ഓഫ് ഡയബറ്റിക് പേഷ്യൻറ്റ്. ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ യൂറിൻ സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ ഇതേ ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഡയബറ്റിക് ആയ പ്രമേഹ രോഗികളുടെ യൂറിനിൽ എന്തുണ്ടാവും? ഗ്ലൂക്കോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതേ ടെസ്റ്റ് ഇവിടെ എഴുതുക, ഇവിടെ ഒബ്സർവേഷൻ എഴുതുക, ഇവിടെ ഇൻഫറൻസ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? റിസൾട്ട് എഴുതുന്ന സമയത്ത് ഇവിടെ സാമ്പിൾ എ കണ്ടെയ്നിങ് ഗ്ലൂക്കോസ് എന്നതിന് പകരം ഇവിടെ സാമ്പിൾ എ ഈസ് ഓഫ് ഡയബറ്റിക് പേഷ്യൻ്റ് എന്ന് എഴുതിയാൽ മതി. ഇനി ചിലപ്പോൾ ബിയിലാണ് ഗ്ലൂക്കോസ് പ്രസൻ്റ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ എ ഒക്കെ മാറ്റി ബി ആക്കി എഴുതിയാൽ മതി. ഇനി ചില എക്സാമിനേഴ്സ് എന്ത് പറയും? സാമ്പിൾ എയുടെയും ബിയുടെയും എക്സ്പെരിമെൻ്റ് എഴുതണം എന്ന് പറയുകയാണെങ്കിൽ അത് ഞാനിവിടെ പ്രോട്ടീൻ്റെ ടെസ്റ്റിൽ അത് കൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ? ടെസ്റ്റ് ഫോർ സാമ്പിൾ ഓഫ് പ്രോട്ടീൻ കൊടുത്തിട്ടില്ലേ? ഇവിടെ സാമ്പിൾ എ എന്ന് എഴുതിയിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റാണ്. ചിലപ്പോൾ നിങ്ങളെ സ്കൂൾ എക്സാം ടീച്ചർ വേറെ ടെസ്റ്റാണ് പഠിപ്പിച്ചതെങ്കിൽ നിങ്ങൾ അതിൻ്റെ എക്സ്പെരിമെൻ്റ് ഇവിടെ എഴുതുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ഒബ്സർവേഷൻ എഴുതുക, ഇവിടെ ഇൻഫറൻസ് എഴുതുക. എന്നിട്ട് ഇവിടെ കണ്ടോ, ഞാൻ രണ്ട് സാമ്പിളിൻ്റെയും ഡീറ്റെയിൽസ് എഴുതുന്ന രൂപത്തിൽ സാമ്പിൾ ബിയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റും സ്വീകരിക്കാം. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു കാര്യം ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? സാമ്പിൾ എയിൽ പ്രോട്ടീൻ പ്രസൻ്റ് ആണ്, ബിയിൽ ആബ്സെൻ്റ് ആണ്. നിങ്ങൾക്ക് ബിയിൽ പ്രസൻ്റ് എങ്കിൽ ബിയിൽ പ്രോട്ടീൻ പ്രസൻ്റ് ആണ്, എയിൽ ആബ്സെൻ്റ് ആണെന്ന് എഴുതുക. ഇവിടെ ഒബ്സർവേഷൻ അതിനനുസരിച്ച് മാറ്റി എഴുതുകയും വേണം. ഓക്കെ, അതുപോലെ നമ്മുടെ സ്റ്റാർച്ചിൻ്റെ എക്സ്പെരിമെൻറ്റ് ഞാൻ സെപ്പറേറ്റ് ഇതിനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാം പരിചയപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റിൽ സാമ്പിൾ എക്ക് അയഡിൻ ടെസ്റ്റ് ചെയ്യുക, സാമ്പിൾ ബിയിൽ അയഡിൻ ടെസ്റ്റ് ചെയ്യുക, ബ്ലൂയിഷ് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടോ ഇല്ലെന്ന് എഴുതുക, പ്രസൻസ് ആബ്സെൻസ് എഴുതുക, റിസൾട്ട് എഴുതാൻ ഒരു കാരണവശാലും ആരും മറക്കരുത്. ഇത്രയും 10 ക്വസ്റ്റ്യൻസാണ് നമ്മുടെ എക്സാമിന് ഉണ്ടാവുക. ഇതുകൂടാതെ വൈവ ഉണ്ടാവും. വൈവ 1 മാർക്കിന് വൈവ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വൈവ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പ്രധാനമായിട്ടും വൈവ ചോദിക്കാനും നമ്മൾ ഈ ബയോകെമിക്കൽ എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, അഥവാ ഫുഡ് ടെസ്റ്റുകൾ. ഈ ഫുഡ് ടെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള റിയാജൻറ്റുകളുടെ പേര്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ടെസ്റ്റ് ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾ ഗ്ലൂക്കോസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യനായി വന്നത്. പക്ഷേ എക്സാമിനർ എന്ത് പറയും? നിങ്ങളോട് പ്രോട്ടീൻ്റെ ടെസ്റ്റ് ചോദിക്കാം. അതല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റിന് ഉപയോഗപ്പെടുത്തുന്ന സ്റ്റെയിനിൻ്റെ പേര് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചീക്ക് എപ്പിത്തീലിയം ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ച മെഥിലിൻ ബ്ലൂവിൻ്റെ സ്റ്റെയിനിൻ്റെ പേരൊക്കെ ചോദിക്കാവുന്നതാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട വൈവ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങൾ ചെയ്ത് കാണിക്കാനുള്ള ഐറ്റംസുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ പേര്, സ്റ്റെയിനുകളുടെ പേര് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ചോദിക്കാവുന്ന ഒരു ചോദ്യം, ചീക്ക് എപ്പിത്തീലിയത്തിൽ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ മെഥിലിൻ ബ്ലൂ, ബ്ലഡിൻ്റെ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന സ്റ്റെയിൻ്റെ പേര് ലൈഷ്മാൻ സ്റ്റെയിൻ, പിന്നെ ബെനഡിക്റ്റ് റിയേജൻ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റാണ്. സൾഫോസാലിസിലിക് ആസിഡിൻ്റെ ഏത് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു? പ്രോട്ടീൻ ടെസ്റ്റിന് ഉപയോഗിക്കുന്നു. അതല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യുന്നത്? സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജൻറ്റിൻ്റെ പേരെന്താണ്? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് വൈവ വളരെ സിമ്പിളായിട്ട് ഫേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ റെക്കോർഡ് അതിന് 2 മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്, ലാബിലെ ആംബിയൻസിൽ വെച്ചിട്ട് ഓരോ ചിത്രങ്ങളും അവിടെ കാണിക്കുന്ന കാര്യങ്ങളോ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ കൂടി അടുത്ത ദിവസം തന്നെ വരും. അതുകൂടി നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സുവോളജി ലാബ് എക്സാമിന് നിങ്ങൾക്ക് 20 ഔട്ട് ഓഫ് 20 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.